വാവ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഹാൻഡ് ബാഗാണ് തയ്ക്കുന്നത്. ഇതേ മോഡലിലുള്ളൊരു ഹാൻഡ് ബാഗാണ് തയ്ക്കുന്നത്. ഈ മോഡൽ അതിന് വേണ്ട മെറ്റീരിയലാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത്. അത് ഈ 4 സൈഡും 9 ഇഞ്ചിൻ്റെ 2 പീസ് വേണം. 9 ഇഞ്ച് ഈ 9 ഇഞ്ചിൻ്റെ 4 സൈഡിലും 9 ഇഞ്ചിൻ്റെ 2 പീസാണ് എടുക്കുന്നത്. അതിൻ്റെ ലൈനിങ്, സ്പോഞ്ച് ഇതിൽ 3 കൂടെ ഇട്ട് ഞാൻ തയ്ച്ചാണ് വെച്ചേക്കുന്നത്. ഇത് വെട്ടിയിട്ട് 4 സൈഡും എടുത്തിട്ട് ഈ കോണ് മാത്രം, മേളിൽ ഭാഗം ഈ കോണ് മാത്രം ശകലം ഒന്ന് ചരിച്ച് വെട്ടണം. ഇത്രയാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലെ ഈ പോക്കറ്റാണ് വേണം. ഫ്രണ്ടിൽ പോക്കറ്റാണ് ഞാൻ ഇത് വെട്ടി പോക്കറ്റ് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ സിപ്പ് വെച്ചിട്ട് അകത്തൊരു ലൈനിങ് തുണി വെച്ച് ഇങ്ങനെ കവർ ചെയ്തപ്പോൾ അതൊരു പോക്കറ്റായി. ഇനി ഇതിൻ്റെ സൈഡ് പീസിൽ അത് ഇതിൻ്റെ ചുറ്റിനും തയ്ക്കേണ്ട പീസാണ്. ചുറ്റിനും തയ്ക്കേണ്ടത് 26 ഇഞ്ച് 3 ഇഞ്ച് 26 ഇഞ്ച് നീളത്തിൽ 3 ഇഞ്ച് വീതിയിൽ ചുറ്റിലും തയ്ക്കേണ്ട ഒരു പീസ്. ഇത് സിബ് വയ്ക്കേണ്ട പീസ്. അത് 13 ഇഞ്ച് നീളം 3 ഇഞ്ച് വീതിയിൽ ഒരു പീസ്. അത് സ്പോഞ്ചും എല്ലാം വെച്ച് തച്ച് വെച്ചേക്കുന്നു. പിന്നെ വള്ളി 44 ഇഞ്ച് വീതി, 44 ഇഞ്ച് നീളത്തിൽ 2.5 ഇഞ്ച് വീതിയാണ്. 2.5 ഇഞ്ച് വീതിയിൽ 44 ഇഞ്ച് നീളത്തിൽ തച്ച് വരുമ്പോഴത്തേക്ക് ഒരു 3/4 ഇഞ്ച് വള്ളി മതി. 3/4 ഇഞ്ച് ഒറ്റ വള്ളിയിലാണ് നമ്മൾ തയ്ക്കുന്നത്. അത് തയ്ച്ചിട്ട് ഇതിൻ്റെ ഈ സിപ്പ് വെച്ച പീസിൽ നമ്മളിങ്ങനെ ചേർത്ത് തച്ചേക്കുകയാണ്. ഈ 2 വശവും ചേർത്ത് തച്ച് ഇനി ഇതും വെച്ചിട്ട് ഇനി ഇത് വേണ്ടത് ഇതിൽ ഈ 2 പീസും കൂടെ നമ്മൾ ചേർത്ത് തയ്ക്കണം. ഈ 2 സൈഡും കൂടെ ചേർത്ത് തയ്ക്കണം. 2 സൈഡും ചേർത്ത് തയ്ച്ച് ഈ ഫ്രണ്ടിലെ പോക്കറ്റിൻ്റെ പീസിൽ ഇതിപ്പം ഈ സിപ്പ് ആരും കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് വെച്ച് അങ്ങനെ മറച്ച് തയ്ക്കും. ഇതും കൂടെ മറച്ച് തച്ചിട്ട് സിപ്പ് വെച്ച് തയ്ക്കും. ഈ സിപ്പ് കവർ ചെയ്ത് ഈ ഒരു പീസ് വെച്ച് ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഒരു തുണ്ടെടുത്ത് സിപ്പിനെ മറച്ച് തച്ച് വെച്ച് ഇത് കാണാതിരിക്കാൻ ഇങ്ങനെ തച്ച് ഇത്രയായി. ഇനി ഇതിൽ ഈ സിപ്പ് വെച്ച പീസും ഫ്രണ്ടിൽ 1/2 പീസും അതിൻ്റെ പുറത്ത് സിബിൻ്റെ പുറത്തൂടെ വള്ളി വെച്ച് തച്ച് വള്ളിയുടെ പുറത്തൂടെ സൈഡിൽ അടിക്കേണ്ട ഈ പീസ് അത് 3 കൂടെ ഒത്ത് വെച്ച് തയ്ക്കണം. തച്ചിട്ടാണ് നമുക്ക് ചുറ്റ് തയ്ക്കേണ്ടത്. കട്ടിയായതുകൊണ്ട് വലിയ പാടാണ് ഒരു ചെല്ല് തയ്ക്കാൻ. നല്ല കട്ടിയുള്ള തുണിയാണ്. അഴിച്ചേക്കണം. ഇങ്ങനെയില്ല, വലിയ പാട് കട്ടി. ഇങ്ങനെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് ഇതിലും അടുത്ത് മാർക്ക് ചെയ്ത് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒത്ത് വെച്ച് ഇങ്ങനെ തയ്ക്കും. ഇത് രണ്ടും കൂടെ ഒത്ത് വെച്ച് തയ്ക്കാം.
പോകുന്നു. സൂചി നിർത്തി അടുത്ത് ഇതും കൂടെ തയ്ച്ചിട്ട് 2 കയ്യിലേക്ക് കല്ലിയെല്ലാം അവിടെ ചുരുട്ടി അകത്ത് വെച്ചിട്ട് നമുക്ക് ഈ പീസ് എടുത്ത് വെച്ചിട്ട് ബാക്ക് പീസ് ഇത് 2ൻ്റെ വെട്ടൊപ്പം വെച്ച് ഇത് തയ്ച്ചെടുത്ത് 2 സൈഡും അടിച്ച് ഇനി നമുക്കിത് പൊതിഞ്ഞ് വയ്ക്കാം. ഇത് തയ്യൽ സ്പോഞ്ചും ലൈനിങ്ങും ഒന്നും കാണാതെ, സ്പോഞ്ചൊന്നും പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ തുണി വെച്ച് പൊതിഞ്ഞ് തയ്ക്കാം.
കട്ടിയുള്ള തുണി ആയതുകൊണ്ട് ഇത്തിരി പാടാണ് ഇതിലില്ല. മറ്റേ നൈറ്റി തുണി തയ്ക്കാൻ പോലെ അല്ല ഈ തുണിയൊക്കെ തയ്ക്കേണ്ടത് ലെതർ മെഷീനിലാണ് തയ്ക്കേണ്ടത്. ഇതിൽ വലിയ പാടാണ്. ഇങ്ങനെ നമ്മളെ ബാഗ് റെഡിയായി. നമുക്കത് മറിച്ചിടാം. ഇല്ലാട്ടോ ബാഗ് റെഡിയായി. എല്ലാവരും ശ്രമിച്ച് നോക്കണം. ഇത് വളരെ ഈസിയായിട്ട് തയ്ക്കാൻ പറ്റുന്ന ബാഗാണ്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.